എൻ്റെ പേര് ലാൽ സുജൻ. ഞാൻ ഹൈദരാബാദ് ബ്ലാക്ക് ഹോക്സിൻ്റെ സെറ്ററാണ്. നാട്ടിലൊരു ക്ലബ്ബ് ഇരിക്ക്, വോളിബോൾ ക്ലബ്ബ് ഇരിക്ക്, പേര് പ്രഭാ പേരൂല്. അങ്ങ് നാട്ടിൽ നമ്മുടെ ചേട്ടന്മാരുടെ കൂടെ കളിക്കുമായിരുന്നു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. സെറ്ററാവാൻ അങ്ങനെ പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. നാട്ടിൽ നിന്ന് വോളിബോൾ കളിക്കും. ആ സമയത്ത് ഹൈറ്റ് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഞാനായിട്ട് സെറ്ററായി. ഹൈദരാബാദ് ബ്ലാക്ക് ഹോക്സിലേക്ക് സീസൺ 2 എടുത്തത്. അപ്പോൾ അന്നത്തെ ടൈമിൽ നമ്മളിപ്പോൾ ദില്ലി തൂഫാൻസിൽ ലിബറോ ഉണ്ട്, ആനന്ദ്. അപ്പോൾ അവൻ ഇങ്ങനെ കോൾ വിളിച്ച് പറഞ്ഞു, ചേട്ടാ നമ്മൾ രണ്ടുപേരും ഒരു ടീമിലാണെന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞ് തേർഡ് സീസണിലും ഹൈദരാബാദ് ബ്ലാക്ക് ഹോക്സിൻ്റെ കൂടെയാണ്. നല്ല അനുഭവങ്ങൾ മാത്രമാണ് ഇവിടെ നിന്നുണ്ടായത്. ഓപ്ഷനിൽ പേര് രജിസ്റ്റർ ചെയ്തായിരുന്നു. അതിനപ്പുറമാണ് ലാസ്റ്റ് ഡേ ആണ് നമ്മുടെ ഓണർ കോൾ വിളിച്ച് പറഞ്ഞത് റിട്ടേൺ ആയിട്ടുണ്ടെന്ന്. വളരെയധികം സന്തോഷമുണ്ടായിരുന്നു. വീണ്ടും ഹൈദരാബാദിലേക്ക് വരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ടായിരുന്നു. സെക്കൻഡ് സീസണിൽ ഒരു പ്ലെയർ പുറത്തു നിന്നുള്ളൊരു ആസ്ട്രേലിയൻ പ്ലെയർ വന്നു. പേര് ട്രെൻഡ് ഒഡിയ. VNL കളിച്ച പ്ലെയറാണ്. നല്ല എക്സ്പീരിയൻസ്ഡ് ആണ്. അവരോട് കളിച്ച് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. പണ്ടത്തെ ഗെയിം ഇപ്പോഴത്തെ ഗെയിം കമ്പയർ பண்ணி നോക്കിയാൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന് എനിക്ക് തന്നെ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. കാരണം മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ പുതിയ കോച്ചസ് പ്ലേയേഴ്സൊക്കെ ഫോറിൻ നിന്ന് വരുന്നു. അവരുടെ കൂടുതൽ മിങ്കിൾ ചെയ്യാൻ പറ്റി, സംസാരിക്കാൻ പറ്റി, അവരുടെ കൂടെ ഐഡിയാസ് കുറേ ഷെയർ ചെയ്യാൻ പറ്റി. അപ്പോൾ എന്തായാലും ഗെയിമിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്. അത് നമ്മുടെ ഗ്രൗണ്ടിലും കാണാനുണ്ട്. ടീമിൽ നല്ല ക്വാളിറ്റിയിലെ പ്ലേയേഴ്സ് ഇരിക്കുക. എല്ലാവരും നല്ല ക്വാളിറ്റിയിലെ പ്ലേയേഴ്സാണ്. ഇപ്പോൾ തന്നെ എമർജിങ് പ്ലേയേഴ്സിൽ വന്നിട്ടുണ്ട്. ജോൺ, ഹേമന്ത്, സഹിൽ കുമാർ. ശരിക്കും ഒരു ടീമിൻ്റെ ഹീറോ ആയി മാറാനുള്ള ചാൻസുള്ള പ്ലേയേഴ്സാണ്. ഹൈദരാബാദ് ബ്ലാക്ക് ഹോക്സ് എന്ന ടീമിനോട് കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറഞ്ഞാൽ ഫാൻസിൻ്റെ കാര്യമാണ്. അപ്പോൾ എല്ലാ ഫാൻസിനും വളരെയധികം നന്ദി. സപ്പോർട്ട് ചെയ്തതിന്, സ്നേഹിച്ചതിന് താങ്ക് യു.